മിഫ്താഹുസിന, വ്യഭിചാരത്തിൻ്റെ താക്കോല് എന്ന് പറയുന്നത് ഇത്ലാഖുൻ നദർ, കണ്ണുകൾ അയച്ചു വിടലാണ്. ശരിക്കും ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, അത് സ്ക്രീനിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി, കണ്ണുകളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് എത്തുന്നത് വ്യഭിചാരത്തിലേക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവരോട് പറയണം, മുഅ്മിനുകളോട് പറയണം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ ദൃഷ്ടികൾ താഴ്ത്തണം, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദൃഷ്ടികൾ താഴ്ത്താതിരുന്നാൽ അത് അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇത് പുരുഷന്മാരോട് മാത്രമല്ല, വഖുല്ലിൽ മുഅ്മിനാറ്റി, ഈമാനുള്ള സ്ത്രീകളോടും പറയണം, യഗുദ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുൻ. അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ, അവരുടെ അലങ്കാരങ്ങളിൽ നിന്ന് അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കട്ടെ. നോട്ടം എന്നത് അപകടമാണ്. ആ നോട്ടത്തിൽ നിന്ന് നാം സ്വയം സുരക്ഷിതരായിരിക്കണം, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് നബിയെ കാണാൻ വേണ്ടി വന്ന ഒരു അറാബിയായ മനുഷ്യൻ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വീട്ടിലേക്ക് നോക്കുകയാണ്. ദുരുദ്ദേശത്തോടു കൂടി നോക്കിയതല്ല, അവർക്കത്രയേ അദബുള്ളൂ, അതുകൊണ്ട് നോക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പ്രവാചകൻ തല ചൊറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പുണ്ടായിരുന്നു, മൂർച്ചയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കുത്താൻ നോക്കിയെന്നാണ്. അയാൾ തല വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. എന്താ കാരണം? നബിയുടെ കരുതലാണ്, വീട്ടിലേക്ക് ആളുകൾ നോക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് ആളുകൾ വീട്ടിലേക്ക് എന്നല്ല, തൻ്റെ ഭാര്യയെ, തൻ്റെ മകളെ, തൻ്റെ സഹോദരിയെ അണിഞ്ഞൊരുങ്ങിയിട്ട് പുറത്തേക്ക് പറഞ്ഞേക്കാണ്. നോക്കിക്കോളി എല്ലാവരും, എൻ്റെ ഭാര്യയുടെ ഭംഗി, എൻ്റെ സഹോദരിയുടെ ഭംഗി, എൻ്റെ പെൺകുട്ടിയുടെ ഭംഗി. ഒരു ശ്രദ്ധയും പുരുഷന്മാർ കാണിക്കുന്നില്ല. അതാണ് പിന്നീട് പ്രണയം. അതേപോലെ തന്നെ ആ പ്രണയത്തിൻ്റെ കൂടെ വ്യഭിചാരമുണ്ടാകും, ഒരു സംശയവുമില്ല. ഈ വ്യഭിചാരവും ഈ പ്രണയവും എല്ലാറ്റിനുമുള്ള കാരണം ഈ അതിർവരമ്പുകൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. വ്യക്തികൾ, സമൂഹത്തിനും കുടുംബത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കുന്നു. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വയക്സുറു സിന, വ്യഭിചാരം വർദ്ധിക്കും, അതിൻ്റെ കൂടെ ഹംറ് വർദ്ധിക്കും. മനുഷ്യന് ബോധം നഷ്ടപ്പെടുമ്പോൾ കൊലപാതകങ്ങളും വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദൃഷ്ടികളെ നിയന്ത്രിക്കുക, കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളത് വളരെ വലിയ ഫാഹിഷത്തായ വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കരുത് എന്നാണ്. അടുത്തേക്ക് പോലും പോകരുത്, അകന്നു നിൽക്കണം എന്നാണ്. ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. വസാ സബീല, തെറ്റായ വഴിയുമാണ്. അതിനേക്കാൾ മോശമായൊരു വഴി വേറെയില്ല. അതുകൊണ്ട് അതിനെ സമീപിച്ചു പോകരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽപ്പെട്ടതാണ് നോട്ടം. ശ്രദ്ധിക്കുക.